ടീച്ചർ, അപ്പൊ എന്തൊക്കെയാണ് ഇവിടുത്തെ അംഗനവാടിയിലെ മാറ്റങ്ങൾ? നമുക്കിപ്പോ സ്മാർട്ട് അംഗൻവാടി ആക്കിയേക്കണാണ്. അതില് ഇപ്പൊ നമുക്ക് പറഞ്ഞാല് ഈ മാറ്റ്, ആദ്യം മാറ്റ്, പിന്നെ ഇതേപോലെ അയ്യോ ഇപ്പൊ പൊട്ടിക്കല്ലേ, കഞ്ഞി കുടിച്ചിട്ടാ മെയിനായിട്ട് നമുക്ക് ആദ്യം അവര് പെയിന്റിങ്ങാ തുടങ്ങിയത്. പെയിന്റിങ് തുടങ്ങി, വരകൾ തുടങ്ങി, ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് മാറ്റി വന്ന് ടേബിള്, പിന്നെന്താ ഇതുപോലെ കളി സാധനങ്ങളെല്ലാം വന്നു. പിന്നെ TV, ബോക്സ്, സ്പീക്കർ അല്ലേ. ഇനി മുതൽ TV ഒക്കെ നോക്കി പഠിപ്പിക്കണം അല്ലേ? സ്മാർട്ട് അംഗൻവാടി എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ. പിന്നെ ഇനി കമ്പ്യൂട്ടറും കൂടി വരുമായിരിക്കും. ഞങ്ങള് രക്ഷപ്പെട്ടു. ABCDEF. പൊതുവെ കേരളത്തിലെ അംഗനവാടികൾ മറ്റെല്ലായിടത്തും അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ട സ്ഥിതിയുള്ളതാണ്. എന്നാൽ അതിനെ കുറേ കൂടി ശിശു സൗഹൃദമാക്കുക, അന്താരാഷ്ട്ര നിലവാരമനുസരിച്ചുള്ളതിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ മണ്ഡലത്തിൽ പ്രത്യേകമായ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി CSR ഫണ്ട് കൂടി വിനിയോഗിച്ചുകൊണ്ടാണ് അംഗനവാടികളെല്ലാം ഒരേ രൂപത്തിൽ, ഒരേ നിറം, അതോടൊപ്പം തന്നെ അതിനകത്ത് കുട്ടികൾക്ക് പറ്റുന്ന രൂപത്തിലുള്ള ശിശു സൗഹൃദ അന്തരീക്ഷം, അതിന് പറ്റുന്ന കളി ഉപകരണങ്ങൾ, ഇതെല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തുഷ്ടരാണ്. കുട്ടികളും അംഗനവാടി ടീച്ചേഴ്സും ആയമാരും എല്ലാവരും തന്നെ വളരെ സന്തുഷ്ടരാണ്. അപ്പോൾ പ്രാദേശിക ഭരണസമിതികളുടെ കൂടി നേതൃത്വത്തിൽ മികച്ച രീതിയിൽ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാവാടക്കുട്ടിക്കൊരുമ്മ ആലോലം താലോലം പാടിയുറക്കാം ഞാൻ.